ചേട്ടന്റെ മകളാണ് വാസുവിന്റെ ഭാര്യ അല്ലേ? അതെ. എത്ര കുട്ടികളുണ്ട്? ഇല്ല. എനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല. 8-9 വർഷം അങ്ങേരുടെ ഭാര്യയായിരുന്നിട്ടും. ശ്രീകണ്ഠ മുതലാളിക്ക് പണമുണ്ടായിരുന്നു, സ്വത്തും പ്രതാപവും ഉണ്ടായിരുന്നു. ഭാര്യയെ പട്ടിലും പൊന്നിലും മൂടിക്കാൻ എനിക്ക് മറ്റൊന്നും തരാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല. എന്നിട്ടും നിയന്ത്രണം വിടാതെ ജീവിച്ച ഞാൻ ഒരിക്കൽ, ഒരു നിമിഷം അടങ്ങാത്ത മുഖങ്ങൾക്ക് അടിമപ്പെട്ടുപോയി. ആ പുഴക്കരയിൽ വെച്ച് വാസു ഓർക്കുന്നില്ലേ? തെറ്റായിരുന്നു അത്. എന്നാലും വാസു കരുതിയ പോലെ ഞാനൊരു തേവിടിശയായിരുന്നില്ല. ഇരിക്കൂ. ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ സ്ട്രഗിളും കഴിഞ്ഞു വരികയല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും. ക്ഷീണം കാണും, വിശ്രമിച്ചോളൂ. ഇവിടെ മറ്റാരും ശല്യപ്പെടുത്താൻ വരില്ല. ഞാനും. என்னாச்சு? ஏற்பாடு பண்ணதும் ஆள் இல்லையா? ஜாமீன் அப்பவே கிடைச்சிருச்சு. சாக்கோவை கெஸ்ட் ஹவுஸ்ல விட்டு வந்திருக்கேன். பாவம், அவன் இப்ப நம்ம கூண்டுல மாட்டின கிளி மாதிரி ஆயிட்டான். ஆமா, வாசு தூண்டில் போட்டிருக்கு. அவசரப்படாத, வெயிட். நான் அவனை கூட்டிட்டு சாக்கோ விட்ட போகணும், பேசணும். നിർത്തടാ പട്ടി നിന്റെ കരച്ചില്. കെട്ടിയവളെ ഇവിടെ നിന്ന് അരച്ചിറക്കി വിട്ടു. അത് നിന്റെ തോന്നിയാസം. അതിന്റെ പുറത്ത് പെയ്തു. ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും. മതി നിന്റെ ഇവിടുത്തെ പൊറുതി. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. അത് എപ്പടി മുടിയും? ഇവർ கிடைச்சிருக்கிறது கண்டிஷன் பேல் தான். இவர் மெட்ராஸ் சிட்டி விட்டு எங்கேயுமே போக முடியாது. கேர்சி கேஸ் எങ്ങനെ ஒதுக்கும்? ആ ബാങ്ക് മാനേജർ அது நடக்கவே நடக்காது. அந்த பேங்க்ல டிராஃப்ட் பேப்பரை திருடி மேனேஜர் கழுத்து போட்டு அவன் மாட்டிக்கிட்டான். ஆனா இவர் கேஸ் இன்னும் ஒரு 4-5 வருஷத்துக்கு இழுக்கலாம். அதை பத்தி கவலைப்படாதீங்க. அதை விட முக்கியமான விஷயம், நீங்க லிக்கர் பிசினஸ் லைசன்ஸ்க்காக மினிஸ்டருக்கு 50 லட்சம் ரூபாய் தரேன்னு சொன்னீங்கல்ல, அதை உடனடியா கொடுத்தாகணும். அப்படி நீங்க கொடுக்கலன்னா இது வரைக்கும் போட்ட பணம் எல்லாம் கோயந்தாதான். அந்த பணத்தை பத்தி பேசுங்க. രൂപ ഉടനെ തരാം. കാണുന്നവരെല്ലാം ചോദിക്കുന്നു, വാസ്കോക്ക് എന്ത് പറ്റി, എന്റെ മരുമകൻ എന്ത് പറ്റി? നാണക്കേട്. എന്താ? ഇയാള് രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്റെ പങ്കുകാരൻ അവിടെ കൊണ്ടുപോയി മുടിക്കുകയല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നാളെ ഒരു ബാംഗ്ലൂർ ഡ്രാഫ്റ്റ് കേസും. എന്തിനാ ഇങ്ങനെ ഒരു പാർട്ണർ? നിനക്ക് മദ്രാസിൽ ബിസിനസ് സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ എന്റെ മോൻ സജിയില്ലേ, അവനെ ഞാൻ വിട്ടുതരാം. ചാക്കോയെ നമുക്കിന് വേണ്ട, പറഞ്ഞു വിടാനറിയേ. എന്റെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. അത് നോക്കാൻ എനിക്കറിയാം. അതല്ല, കാശ് വല്ലതും ചോദിക്കാനാണ് അച്ഛനും മോനും കൂടെ വന്നതെങ്കിൽ ഇനിയും തരാൻ എന്റെ ഇല്ല. എന്താണ് നോക്കിയിരിക്കുന്നത്? പോകട്ടെ. അച്ഛനിപ്പോ തൃപ്തിയായില്ലേ? ഓ, നിങ്ങൾ വലിയ പണക്കാരൻ. ഈ വീട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് അല്പം അർത്ഥം കിട്ടിയ പോലെ. നിങ്ങൾ വലിയ തറവാട്ടുകാരുടെ യോഗ്യത എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണം. പറഞ്ഞല്ലോ. ഇല്ല. പ്രസിഡന്റ് ഇലക്ഷനും കാറ് വാങ്ങാനും കടം വിട്ടാനും നിന്റെ അച്ഛൻ വാങ്ങിച്ചതിന്റെ കണക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിന്റെ നാട്യം വേറെയാണ്. പഠിപ്പും പദവില്ലാത്ത ഒരു ചാരായ കച്ചവടക്കാരനെ കല്യാണം കഴിച്ചതിന്റെ സങ്കടമാണ് നിനക്ക്. ആ പുച്ഛത്തോടെ അല്ലാതെ എന്തെങ്കിലും നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അത്രേ പറ്റൂ, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താ സ്വാമി? സുപ്രീം കോടതിയിലെ നമ്മുടെ അപ്പീൽ സ്വീകരിച്ചു. പക്ഷേ കിസ്തവാക്കിയിലെ 50% ഉടനെ കെട്ടിവെക്കാനാണ് ഓർഡർ. ഓഹോ. എല്ലാം ചേർത്ത് 32 ലക്ഷം രൂപ പെട്ടെന്ന് നടത്തില്ലെങ്കിൽ സർക്കാർ എന്ന് നമ്മുടെ സ്വത്തുക്കൾക്ക് ജപ്തി കൊണ്ടുവരും. അതിനുള്ള രൂപ ഇവിടെ കാണില്ലേ? ഇല്ല, ഉള്ള മുഴുവൻ മദ്രാശിക്ക് കൊണ്ടുപോയില്ലേ. ഇവിടെ നല്ല ടൈറ്റാ. അപ്പൊ കിസ്തയുടെ കാര്യം അവന്മാരോട് പോവാൻ പറ. മദിരാശിലേക്ക് ഇനിയും വലിയൊരു തുക വേണം. ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാ. നമ്മുടെ നാട്ടിലെ അബ്കാരി ബിസിനസ്സിൽ ഒട്ടുമുക്കാലും ആൾക്കാര് കിസ്തടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ ധൂർത്തടിച്ച് തീർക്കുന്നവരാ.
ഒടുവിൽ കോടതിയായി, റിട്ടായി, അപ്പീലായി. അന്നൊക്കെ അവരെ സഹായിക്കാൻ മനസ്സിലുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇന്ന് ആ പേരും പറഞ്ഞ് വകുപ്പ് മന്ത്രിയെ കാണാൻ ചെന്നാല് അവർ ചൂലെടുത്ത് അടിക്കത്തേ ഉള്ളൂ. അത് കൊള്ളാൻ ഞാൻ പോവില്ല. കിസ്തയുടെ കാര്യമല്ല പ്രശ്നം. ഇല്ല, അന്യ നാട്ടിൽ പോയി ഒരു ഏർപ്പാട് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല. ചാരായ കച്ചവടത്തില് എന്റെ മക്കൾക്കും ഇല്ല താല്പര്യം. ഒത്തിരി പണം ഇനിയും വേണം അവിടേക്ക്. കടമായിട്ടെങ്കിലും ചേട്ടൻ സഹായിച്ചില്ലെങ്കിൽ. എടോ, ഞാൻ നിങ്ങളെ മുമ്പ് സഹായിച്ച അന്നേ പറഞ്ഞില്ലേ, ഈ തൊഴിൽ നെറുകേട് കാണിച്ചവരെ ഒതുക്കാനാ. പക്ഷേ നിങ്ങളും അവന്മാരുടെ വഴിക്കാ പോയതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ചേട്ടൻ പറയുന്നത് കള്ള ഡ്രാഫ്റ്റുമായി ലേലത്തിന് പോയില്ലയോ ഈ തൊഴിൽ നാറ്റിക്കാൻ? എന്തിനായിരുന്നു അത്? ഇഷ്ടം പോലെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മാളിക തീർത്തു, കാറിൽ നാട് മുഴുവൻ വാസ്കോ കൊടികെട്ടി പറപ്പിച്ചവരില്ലയോ നിങ്ങള്? പിന്നെ എന്തിനായി ആർത്തി? അത് ചാക്കോയുടെ ഒരു ബുദ്ധിമോശമാണ്. ആ കൂട്ടത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാമെന്ന് തനിക്ക് തോന്നി അല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല. ആ ശരി, പോട്ടെ. പണം ഉണ്ടാവുമ്പോ നമ്മുടെ മിടുക്കൊണ്ടല്ല ദൈവം തരുന്നതാണെന്ന് കരുതണം. അതുപോലെ നഷ്ടപ്പെടുമ്പോ അവൻ തിരിച്ചെടുത്താണെന്ന് കരുതിയാ മതി. എടോ, എന്റെ അപ്പൻ കടം കൊണ്ട് തടർന്നപ്പോഴാ ഞാൻ കുടുംബകാര്യം ഏറ്റെടുത്തത്. പക്ഷേ അങ്ങേര് മരിക്കുന്നത് കടക്കാരനായിട്ടല്ല, പണക്കാരനായ ഈ കുഞ്ഞാപ്പന്റെ അപ്പനായിട്ടാ. എന്റെ മക്കൾക്ക് ഞാൻ പണിയിച്ച വീടായത്. താൻ ആ പുര കണ്ടോ? ഞാൻ ജനിച്ചതവിടെ. എന്തുകൊണ്ടാ ഞാനിത് പൊളിച്ചു പണിയാതെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് തനിക്കറിയാം. എന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ഓർമ്മിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും മനപ്രയാസവും വരുമ്പോ ഞാൻ അവിടെ ചെന്നിരിക്കും. ഇവിടുന്ന് ആരംഭിച്ചവന് എന്ത് നഷ്ടപ്പെടാനാണെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിനപ്പോ ഒരു സമാധാനം കിട്ടും. വാസു, വന്ന വഴി നമ്മൾ മറക്കരുത്. വാസു, വന്ന വഴി നമ്മൾ മറക്കരുത്. എടാ അയ്യപ്പ, നമ്മുടെ വാസു ഇല്ലേ പോയത്? വാസുവല്ല, വാസ്കോ മുതലാളി എന്ന് പറ. മുമ്പ് ചാത്തുണ്ണേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന ഓർമ്മയുണ്ടോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഇന്ന് ഞാൻ വന്നു. എനിക്ക് കുറെ പറയാനുണ്ട്. മനസ്സിലൊരു സ്വസ്ഥതയില്ല. ഞാൻ വന്ന ശാരദയ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അല്ല, എന്റെ കടപ്പാടുകൾ ഞാൻ മറന്നു. പറയൂ, ശാരദയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? വാസുവേട്ടൻ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതൊന്നും എന്റെ തങ്കത്തിന്റെ ചുണ്ടേ മുട്ടിച്ചിങ്ങിത്താ, അപ്പൊ ഇവൻ അമൃതാവും. ഹലോ ചാക്കോ? യെസ്. ആ വാസു, അല്ലെ എന്തായി? വാസുവാ, കേർത്തി. ആ അയ്യോ, അത് പറ്റില്ല. കുഞ്ഞാപ്പൻ ചേട്ടന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എങ്ങനെ? ആരാ? லுக், பணம் வரலன்னா ஒண்ணு நடக்காது. കേർത്തി, കുറച്ച് ദിവസത്തെ കൂടെ അവധി വേണം. நான் சொல்ல வேண்டியதை சொல்லிட்டேன், அவ்வளவுதான். பெரிய வாஸ்கோ கம்பெனி சொன்ன வார்த்தையை காப்பாற்ற முடியல. അല്ല കേർത്തി, അവിടെ ചില പ്രശ്നങ്ങൾ. பிரச்சனை ஒண்ணும் இல்ல. உனக்கு எவ்வளவு பணம் வேணும்னு சொல்லி இங்கே மெட்ராஸ்ல வாங்கி தரேன். எவ்வளவு வேணும் சொல்லு. എവ്വളോന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന്. ஓகே, அப்படின்னா நாளை காலையில. ஓகே? ഓക്കെ.
പോടുമ്പോ വാസുവിനോടൊന്ന് ചോദിക്കാതെ ഓ വാസു, ചാക്കോ മുതലാളി വാസ്കോയിലെ പാർട്ട്ണർ അല്ലേ? ഇട്ടോളൂ. கரெக்டா 15 முதல் செக் போடுவேன் நான். என்ன கோபிலால், டோன்ட் வரி, உங்க செக் எல்லாம் கரெக்டா பாஸ் ஆயிடும். ആന്റി, ഐ ആം റെഡി. പോകാം. എങ്ങോട്ടാ മോളെ? ഞാൻ ദേശീയ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. ആ, എവിടെ പോയാലും സന്ധ്യയ്ക്കുമ്പോൾ ഹോസ്റ്റലാക്കിയേക്കണം. വരൂ. ദേശീയ പോയി സുന്നി വരൂ. ആരിത്? പീതാംബരം. വാസുവിനെ ഇനി വിളിക്കാൻ സ്ഥലമില്ല. എന്താ? ശ്രീദേവിക്ക് ചെറിയൊരു അസുഖം. പേടിക്കാനൊന്നുമില്ല. ഗർഭമായിട്ടാ ചില സ്ത്രീകളൊക്കെ ഉണ്ടാവുമാക്കും ഛർദി. നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. നിക്ക്, ഡോക്ടറുണ്ട് മുറിയില്. ഛർദിച്ച് ക്ഷീണം കൂടിയപ്പോ ചെറിയൊരു ബോധക്കേട്. നമ്മുടെ ഭാഗ്യത്തേക്ക് ഡോക്ടർ രാജലക്ഷ്മിയെ കിടക്കിട്ടാ. നിൽക്കൂ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്. മയക്കം തെളിയട്ടെ. മിസ്റ്റർ വാസു ഒന്ന് വരൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നത് മയക്കുമരുന്ന് അധികമായി കഴിച്ചതുകൊണ്ടാണ്. ഞാൻ ഇത്രയും വൈകിയിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടപ്പെടുമായിരുന്നു. ഡോക്ടർ, അവർക്ക് നേരത്തെ ഗർഭചിത്രമോ അതുപോലുള്ള മറ്റു രോഗമോ ഇല്ലല്ലോ. ഒരു രോഗവും. പിന്നെന്തിനാ അവരുടെ ഗർഭപാത്രം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി? ഭയപ്പെട്ടല്ല, ഇനി ഒന്നും മറയ്ക്കാനില്ലാത്തതുകൊണ്ട്. സത്യം, അതാണ് എനിക്കറിയേണ്ടത്. നീ എന്തിനാണ് ചോദിച്ചു? ഞാനാ ചതിക്കപ്പെട്ടവൾ. ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ചു ഞാൻ എന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴിയാ ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. പക്ഷേ എന്നെ നിങ്ങൾക്കറിയില്ലായിരുന്നു. ചരസും കഞ്ചാവും പുകയുന്ന ഡൽഹിയിലെ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഞാൻ എങ്ങനെയാ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടെന്ന് എനിക്കറിയില്ല. എന്റെ കൂട്ടുകാരനെ ചതിച്ചു. രാത്രിയും പകലും ആണും പെണ്ണും ബോധമില്ലാതെ അഴിഞ്ഞാടി അവിടെ വെച്ച് ആരില്ലെന്നോ ഞാൻ ഗർഭിണിയായി. അത് അലസിപ്പിക്കുന്നതിനിടയിലാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. കൊല്ലണോ? തലവെട്ടി മരിക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ. കൊല്ലണോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് കുറ്റബോധം വേട്ടയാടാൻ തുടങ്ങി. ഒരച്ഛനാകാനുള്ള നിങ്ങളുടെ ആഗ്രഹം എന്നെ തളർത്തി. നിങ്ങളെന്ന് വെറുത്തിരുന്നെങ്കിൽ എന്നെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു. ഞാൻ ക്രൂരമായി പെരുമാറിയിട്ടും നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ സ്നേഹം എന്റെ കുറ്റബോധം വളർത്തി, എന്നെ വീർപ്പുമുട്ടിച്ചു. എനിക്ക് വീണ്ടും മയക്കുമരുന്ന് തേടി പോവേണ്ടി വന്നു. എന്നിട്ടും എനിക്ക് സമാധാനം കിട്ടിയില്ല.